പെബിൾസ് മലയാളം. കുബേരൻ ധനികനായിരുന്നു. അവരുടെ മാളികയിൽ മുഴുവൻ തങ്കവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മാണിക്യം, വൈഡൂര്യം എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരുന്നു അത്. തൻ്റെ സമ്പത്തിൽ അദ്ദേഹം അഹങ്കരിച്ചിരുന്നു. എനിക്ക് മുകളിൽ ആരുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ഒരു സമയത്ത് തൻ്റെ പെരുമ ശിവഭഗവാനും അറിയണമെന്ന് കരുതി കുബേരൻ കൈലാസത്തിലെത്തി. ശിവപാർവതിമാരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. കുബേരൻ്റെ അഹങ്കാരം മനസ്സിലാക്കിയ ഭഗവാൻ അത് തീർക്കണമെന്ന് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും തീരുമാനിച്ചു. എനിക്ക് വരുവാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. കുബേരൻ പറഞ്ഞു, ഭഗവാനെ, എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങ് വരില്ല എങ്കിൽ എനിക്കത് വിഷമമാവും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയെന്നാൽ ഞാൻ എൻ്റെ മകനെ അയക്കാം. കുബേരൻ ഗണപതിയെ നോക്കി മനസ്സിൽ വിചാരിച്ചു, ഇവനെങ്ങനെ എൻ്റെ പെരുമയെ മനസ്സിലാക്കാൻ കഴിയും? എന്നാലും കുബേരൻ ശരിയെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അവന് അതിയായ വിശപ്പുണ്ട്. കുബേരൻ പറഞ്ഞു, അതിനെക്കുറിച്ച് അങ്ങ് വിഷമിക്കേണ്ട. അവൻ്റെ വയറ് നിറയെ ഞാൻ ഭക്ഷണം നൽകും. ഒരു പടയ്ക്ക് വേണ്ട ഭക്ഷണം ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിയെന്നാൽ ഞാൻ അയക്കാമെന്ന് ഭഗവാൻ പറഞ്ഞു. ശിവഭഗവാൻ ഗണപതിയോട് പറഞ്ഞു, മകനെ, നീ ഇന്ന് ഇവരുടെ മാളികയിൽ പോകണം. അവരുടെ സൽക്കാരത്തിൽ പങ്കെടുക്കണം. ഗണപതി ചോദിച്ചു, എനിക്ക് മോദകം ലഭിക്കുമോ? കുബേരൻ പറഞ്ഞു, തീർച്ചയായും ലഭിക്കും. എത്ര വേണമെങ്കിലും കഴിക്കാമെന്ന്. ശരി, ഞാൻ വരാം എന്ന് ഗണേശൻ പറഞ്ഞു. ഗണേശനും കുബേരനും മാളികയിലേക്ക് തിരിച്ചു. മാളിക കണ്ട് ഗണേശൻ ആശ്ചര്യം പൂണ്ടു നിന്ന്, ഈ മാളിക താങ്കളുടേതാണോ? അതെ എന്ന് കുബേരൻ പറഞ്ഞു. കുബേരൻ ഗണേശനെ മാളിക മുഴുവൻ ചുറ്റിക്കാണിച്ചു. എന്ത് വിലപിടിപ്പുള്ള വസ്തുക്കളാണ് ഇവിടെയെല്ലാം! ഗണേശനെ ഭക്ഷണം കഴിക്കാനായി കുബേരൻ കൊണ്ടുപോയി. അവിടെയുള്ള ഭക്ഷണം കണ്ട് ഗണേശന് വളരെയധികം സന്തോഷം തോന്നി. ഗണേശൻ രസിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുബേരന് സന്തോഷമായി. കുറച്ചായി ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് കുബേരൻ അതിശയപ്പെട്ടു. ഭക്ഷണം മതിയോ എന്ന് കുബേരൻ ചോദിച്ചു. ഇല്ല, എനിക്ക് ഇനിയും വേണം. ഗണേശൻ പറഞ്ഞു, ഞാനെല്ലാം കഴിക്കും. കുബേരന് വിശ്വാസമായില്ല. പതിയെ ഭക്ഷണങ്ങൾ കാലിയാവാൻ തുടങ്ങി. ഗണേശൻ കഴിക്കുന്നത് നിർത്തിയില്ല. എല്ലാം കൊണ്ടുകൊടുത്ത് പരിചാരകർ കുഴഞ്ഞു. എന്നിട്ടും ഗണേശൻ്റെ വിശപ്പിന് ശമനമുണ്ടായില്ല. കുബേരനോട് പരിചാരകൻ വന്ന് പറഞ്ഞു, എല്ലാ ഭക്ഷണവും കഴിഞ്ഞു. കുബേരൻ തരിച്ചു നിന്നു. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഗണേശൻ അവിടെയുള്ള എല്ലാ പച്ചക്കറികളും ധാന്യങ്ങളും കഴിക്കുവാൻ തുടങ്ങി. എന്നിട്ടും വിശപ്പടങ്ങിയില്ല. അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ, പാത്രങ്ങൾ, മറ്റെല്ലാ വസ്തുക്കളും എല്ലാം കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും വിശപ്പ് അടങ്ങിയില്ല. ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് ഗണേശൻ പറഞ്ഞു. കുബേരൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. എന്നിട്ട് ചോദിച്ചു, ഗണേശ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഗണേശൻ പറഞ്ഞു, എന്തെങ്കിലും ലഭിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ തന്നെ വിഴുങ്ങും ഇപ്പോൾ. പെട്ടെന്ന് കുബേരന് ശിവഭഗവാനെ കുറിച്ച് ഓർമ്മ വന്നു. അദ്ദേഹം ഒരാൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് കരുതി കൈലാസത്തിലേക്ക് പോയി. കുബേരൻ ശിവഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എന്നോട് ക്ഷമിക്കൂ. കുബേരൻ ശിവഭഗവാന്റെ കാൽക്കൽ വീണ് വണങ്ങി. എൻ്റെ മകൻ ഈ ലോകത്തിനെ വീഴുന്നതിന് മുൻപ് ഈ അവൽ അവന് കൊണ്ടുപോയി കൊടുക്കും. അവൻ്റെ ആശീർവാദം നിനക്ക് ലഭിക്കും.
കുബേരൻ അവിലെടുത്ത് തൻ്റെ മാളികയിൽ ചെന്ന് ഗണേശ ഭഗവാനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ ഭഗവാനെ, അങ്ങ് ഈ അവൽ കഴിച്ച് എന്നെ ആശീർവദിക്കൂ. അവൽ കഴിച്ചപ്പോൾ ഗണേശ ഭഗവാന്റെ വിശപ്പടങ്ങി. അത് കണ്ട് കുബേരൻ ആനന്ദക്കണ്ണീർ വന്നു. ഗണേശ ഭഗവാന്റെ കാൽക്കൽ വീണു അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഗണേശ ഭഗവാൻ കുബേരനെ ആശീർവദിച്ചു. പെബിൾസ് മലയാളം.